സ്റ്റുഡിയോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നൊരു വീക്കെൻഡ് അല്ലേ, നമുക്കിന്ന് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമുക്കൊരു കണവ ഫ്രൈ അല്ലെങ്കിൽ ഒരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കി നോക്കാം നമുക്കിന്ന്. ഓക്കെ, അതിനായിട്ട് സമയം കളയുന്നില്ല. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ചൊരു സവോള, പച്ചമുളക്, പിന്നെ നമ്മളുടെ കൊത്തു തേങ്ങ ഉണ്ടല്ലോ, തേങ്ങാക്കൊത്ത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി കഷ്ണം എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റോസ്റ്റായിട്ടല്ലേ തയ്യാറാക്കുന്നത്, കറി പോലെയല്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നമുക്ക് ഫ്രോസൺ തേങ്ങാക്കൊത്താണേ. അപ്പോൾ നേരത്തെ എടുത്തതൊന്ന് ഫ്രോസണൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നേരത്തെ എടുത്ത് കുറച്ച് നേരം വെളിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അപ്പടി വെള്ളമായിരിക്കും. ഉള്ളി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി നമുക്ക് സമയം എടുക്കും അതുകൊണ്ട്. അപ്പോൾ അതിന് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, കാരണം ഓൾറെഡി നമ്മൾ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഈ പൊടികൾ നമ്മൾ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് വന്ന പൊടികളാണ് കേട്ടോ. എല്ലാ പൊടികളും നമുക്ക് പൊടിയായിട്ട് ഇവിടെ നിന്ന് മേടിച്ചതല്ല, നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ഒരു വ്യത്യാസമുള്ള ഫ്ലേവറാണ്. ഓക്കെ, നമുക്കിതിനിപ്പം അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ശകലം ഗരം മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി നമ്മളിവിടെ തന്നെ പൊടിപ്പിച്ചതാണ്, നമ്മുടെ തന്നെ. ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. കൂടെ തന്നെ നമുക്ക് ഒരു റോസ്റ്റ് അല്ലേ, നമുക്ക് കുറച്ച് തക്കാളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ മുഴുത്ത ഒരു തക്കാളി എടുത്ത് അതുകൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റാം. ഓക്കെ, അപ്പം തക്കാളി ഒന്നായി കിട്ടാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. ആ സമയത്തേക്ക് നമുക്കിതിൻ്റെ കൂടെ വേണ്ട ഒരു സംഭവമുണ്ട്. കണവയും നമ്മുടെ അതുപോലെ കക്കയിറച്ചിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുരുമുളക് മസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കുറച്ച് ഒരു മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതൊന്നായി വരുന്ന സമയത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുരുമുളകും ഒരു ടീസ്പൂൺ വലിയ ജീരകമില്ലേ, വലിയ ജീരകം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ സമയം നമ്മളിത് ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. നമ്മളിപ്പോഴാണ് ഉപ്പിടുന്നത്, നേരത്തെ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് നന്നായിട്ടായി വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുരുമുളകും പെരുംജീരകവും കൂടി വേണ്ട അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. അതും ഇതിലേക്കിട്ട് ഈ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുരുമുളകിൻ്റെ എരിവ് ശ്രദ്ധിക്കണം, കാരണം ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് വേണ്ടാത്തവരാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇതേ ക്ലീൻ ചെയ്ത് വെച്ച കണവ ഇരിപ്പുണ്ട്. കണവ ഇതേ ക്ലീൻ ചെയ്ത് വെച്ചത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഉപ്പ് ശ്രദ്ധിക്കണം, കണവയ്ക്കും കൂടെയുള്ള ഉപ്പ് ഞാൻ നേരത്തെ കണക്കാക്കിയാണ് അതിലിട്ടിട്ടത്. ചിലപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലോട്ട് നമ്മുടെ മല്ലിച്ചപ്പോ പൊതിനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, കാരണം ഇങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല, ഒരു നാടൻ ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇത് അടച്ച് വെച്ച് ഏകദേശം അടച്ച് ഞാനൊരു 10-15 മിനിറ്റ് വെച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നായിരുന്നു, വെള്ളമൊന്ന് വറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇത് ഇളക്കി കൊടുത്തുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ ആയി വരുന്നു. ഇത് അപ്പടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കണ്ട, എന്നാലും ചെറിയൊരു റോസ്റ്റ് പോലെയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇച്ചിരി നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തില്ല കേട്ടോ, കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ പറിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം ക്ഷാമം കാരണം ഞാൻ നടുവേ കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെക്കാം. ഓക്കെ, അടച്ചു വെച്ച് വെള്ളം ഒന്നുകൂടെ തോരട്ടെ. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം ഏകദേശം വേണ്ടേ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഉപ്പ് നോക്കിയപ്പം ശകല ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ഇച്ചിരി കൂടെ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇവിടെ കണവ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് പാക്ക് ചെയ്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളുടെ ഏകദേശം കണവ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വെരി ഈസിയാണ്.